അപ്പോൾ ഇത് ഞങ്ങൾ സൺഡേ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. പൂൾമോനൊക്കെ ഇങ്ങെത്തി. പ്രെയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി അവിടെ തന്നെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് ഇങ്ങ് വന്നോണ്ടേ സമയമായി. അപ്പം വൈകിട്ട് ചായക്ക് ഇവിടെ ഇതിന് ദാബേലി എന്ന് ചിലർ പറയും, ഡബിൾ റൊട്ടി എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആ ബന്നിൻ്റെ അകത്ത് ആ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇച്ചിരി മധുരം പോലൊക്കെയുള്ള അതിൻ്റെ അകത്ത് കപ്പലണ്ടി, നമ്മുടെ പ്രൊമഗ്രനേറ്റ് അതൊക്കെ ഇട്ട് ഒരു കൂട്ടാണ്. അത് അതിൻ്റെ അകത്ത് വെച്ച് ചൂടാക്കി നമുക്ക് തരും. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. വഴിക്ക് പേരയ്ക്ക 100 രൂപ. കണ്ടിട്ട് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് പേരെന്ന് പറയും, ഒരു സപ്പർച്ചൻ പേര്. ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. ഇതിന് കുഴപ്പമില്ലെന്ന് പറയുന്നു. വന്ന ഉടനെ വെള്ളം കുടിക്കാൻ വെച്ച് വാഷിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ പേരൊന്നേ കണ്ടിച്ചു നോക്കട്ടെ. മധുരമുള്ള ഞാൻ തോന്നുന്നു, പരിപ്പയാൻ തോന്നുന്നു. കണ്ടിക്കുമ്പോൾ നമുക്കറിയാം. ഒരു മൽബറിക്കയുടെ ടേസ്റ്റാണ്. പ്രൈസൻ, നീ ഉടുപ്പിട്ടിട്ടുണ്ടോ? ഷർട്ട് ഇട്ടിട്ടുണ്ടോന്ന്? ഷർട്ട് ഇട്ടിട്ടോ? ഷർട്ട് ഇട്ടിട്ടോ? പേരയ്ക്ക കൂടെ നോക്കട്ടെ. ഈ പേരയ്ക്കകത്തെ ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇങ്ങനെ പെരട്ടണം. നെയ്ത്ത് നോക്ക് മധുരം ഉണ്ടോന്ന്. ഇനി വാ. Sag mal, du Bier. Peru. ¿Es Perú? Perú, es la Peru. ¿Qué hablo? No. No. ¿Hablo de qué? No, perdona. അപ്പച്ച ഇരിക്കുവാണോ കിടക്കുവാണോ? റേച്ച നല്ല കേട്ടോ. കേട്ടോ റേച്ച? ആ പേരേ പ്രൈസൻ ഇതുകൊണ്ട് അപ്പച്ചാക്കോ. അതെ, ഇതുകൊണ്ട് അപ്പച്ചനോട്. മൊബൈൽ അവിടെ താത്തു വെക്ക്. ഇതുകൊണ്ട് പപ്പായ്ക്ക് കൊടു, അല്ലെങ്കിൽ പപ്പ തീറ്റിയില്ല. അതുകൊണ്ട് അപ്പച്ചന് കൊടുത്തിട്ടോ. ആ, അപ്പോൾ ഇത്രയും വീഡിയോ സണ്ടലത്തെയായിരുന്നു. ഞാൻ ചവയ്ക്കുന്ന കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നല്ലേ. അപ്പം ഞാൻ തുണിയാണ് ഇങ്ങനെ അതിൻ്റെ വാഷിംഗ് മെഷീനിൽ കുനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന പിറ്റേ ദിവസത്തെയാണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്ത് ഇനി ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. ചായയൊക്കെ റെഡി ആയായിരുന്നു. ദസ്ബിൻ ചാത്തെ തുണി വാഷിങ്ങിന് തീരാറായി.
കൊച്ചിനെ വിട്ടു. ഇപ്പോൾ കുറേ സമയമായി. ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, കുറേ നാളായി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു. പകുതി കേടായിരുന്നു. ഇനി സവാള ഇന്നലെ ഒരു മിനിറ്റ്, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു. കുറവുണ്ട് കേട്ടോ. പിന്നെന്താ, എനിക്ക് കറി വയ്ക്കണം. ഇന്നലെ ഞങ്ങൾ വന്ന വഴിക്ക് മീൻ ആൻറ്റി എടുത്ത് ചോദിച്ചാണ് പറയുന്നു. മുടി വെട്ടാൻ പോയിട്ട് വന്നെയാണ്. ഇച്ചിരി നേരം അവിടെ ഇരുന്നിട്ട് പോയി കുളി. കൊഞ്ച് മാത്രമാണ് ഇരിക്കുന്നത്. കൊഞ്ച് മീൻ ഒന്നും രാവിലെ പക്ഷേ മത്തി ഉണ്ടായിരുന്നു. വിലയായിരുന്നു, എന്നാലും നല്ല വലിയ മത്തി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പ്രയർ കഴിഞ്ഞ് വന്നെ ഒരു ഉച്ചയൊക്കെ ആകാറായിരുന്നു. ഉച്ചയൊക്കെ ആകാറെന്നല്ല, 2 മണിയോളം ആയായിരുന്നു. അപ്പോഴത്തേക്കിന് അവരുടെ എല്ലാം കഴിഞ്ഞ് കുറച്ചൊരു ഇച്ചിരിയും കൊഞ്ച ഇരിപ്പുള്ളു. അപ്പം അന്ന് അവരുടെ നിന്നായിരുന്നു അലുവ വാങ്ങിച്ചത്. അപ്പം റേച്ചാനും അവരോട് എപ്പോഴും തർക്കും. അവരിപ്പം പറയും ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ റേച്ചാൻ അതിൻ്റെ പകുതി പറയും. എന്നിട്ട് അവരിരുന്ന് ഓരോന്നൊക്കെ പറയും. ഇവർ തമ്മിൽ എപ്പോഴും ഇത്തിരി ചർക്കാം. മീൻസ് തമാശയാ. ഞാൻ ഈ മെഴുക്കോട്ടി വെക്കുമ്പോൾ ചില സമയത്ത് കടുകിടും, ചില സമയത്ത് മറന്നു പോകും. ഇന്നിപ്പോൾ ഇച്ചിരി കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ടേ. അപ്പോൾ ഈ മീനാൻറ്റിമാർ 2 ലേഡിമാരുടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട് ചിലപ്പം അവർ നല്ലതാണ്, നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ മാറ്റി വെക്കും, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ നല്ല കൂട്ടാണേലും നമ്മൾ ഒരാളുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ മറ്റേ ആരുടെ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്കൊരു ഇത്തിരി മൂച്ചിക്കറി പോലുണ്ട്. അപ്പോൾ ഇന്ന് അവർ പറയുക, നീ അന്ന് മറ്റവളുടെ കയ്യിൽ നല്ലി വാങ്ങിച്ചത്, എൻ്റെ നിന്ന് വാങ്ങിച്ചില്ലല്ലേ. അന്ന് ചൂരയും കൊണ്ടുവന്നായിരുന്നു, കേരയും കൊണ്ടുവന്നായിരുന്നു റീച്ചാൻ. അപ്പോൾ റീച്ചാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കയ്യിൽ നിന്നല്ലേ ഇത് വാങ്ങിച്ചത്, ആലുവ വാങ്ങിച്ചത്, മറ്റവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇതും വാങ്ങിച്ച്. എന്നിട്ട് റീച്ചാൻ അന്ന് 2 പേരുടെ കയ്യിൽ നിന്നും കേര വാങ്ങിച്ചത്, 4-5 കേര കൊണ്ടുവന്നില്ലേ. അപ്പോൾ 2 ഇവരുടെ നിന്ന് വാങ്ങിച്ച് ബാക്കി മറ്റേത് അവരുടെ നിന്നും വാങ്ങിച്ചെന്ന് പറയുന്നു. എല്ലാവരുടെയും അതല്ലേ, എല്ലാവരും നല്ല കൂട്ടുകാരാണെങ്കിലും ഒരാളുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ മറ്റൊരാൾക്കൊരു മൂച്ചിക്കറുണ്ട്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അടപ്പത്ത് വെച്ച്. അപ്പം ജിയോ മാർട്ടിൽ സാധനം ഓർഡർ ചെയ്തായിരുന്നു. അപ്പം മിക്കവാറും നമുക്ക് സാധനം എമർജൻസി വേണേൽ ജിയോ മാർട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പം 10 മിനിറ്റ് കൊണ്ട് അവരിങ്ങ് കൊണ്ടുവരുമല്ലേ. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പം ജിയോ മാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തതാണ്. ചീസ്, കറിവേപ്പില, ഏത്തയ്ക്ക 120 രൂപയാണ് കിലോ. പിന്നെ ശ്രീകണ്ഠ്, ഇതിപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ ആർക്കും വേണ്ടായിരുന്നു, ഇപ്പം വേണം. ജാം കൊച്ചതാണ്, പക്ഷെ ബബിൾ ഡ്രോപ്പൊക്കെ ഇട്ട് ശ്രീകണ്ഠ് ഇപ്പം വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ കാര്യം, ഈ കഴിഞ്ഞ ദിവസം കുറച്ച് നാളായല്ലേ, പിന്നെ പോണുമോൻ ഞങ്ങളുടെ ചർച്ചിലെ നേപ്പാളി ഫാമിലി ഉണ്ട്, അവർ അവിടെ പ്രേയറിന് പോയണേ. അവർ ഒരു ഡബ്ബ ഇവന് കൊടുത്തു. അന്നേരം ഇവൻ പറഞ്ഞു, അയ്യോ ഇത് വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ ഇതൊരു 1 മാസമൊക്കെ പോകുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നുണ്ടേ ഇവൻ വേണ്ടാന്നുള്ള അർത്ഥത്തിൽ. ഞാൻ അന്നേരം ഒന്ന് പിറ്റേ ദിവസം ബ്രെഡിലൊന്ന് തേച്ച് കൊടുത്തോണ്ടേ ഇഷ്ടപ്പെട്ട്. അതിൽ പിന്നെ ഇവിടെ സ്ഥിരം ഇതിപ്പം വാങ്ങിക്കും. അപ്പം പോളിൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്. അങ്ങനെ അവൻ തന്നെ ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ ഡിമാർട്ടിൽ പോയി ക്ലിനിക് പ്ലസ് ഒക്കെ വാങ്ങിച്ചെന്നു. അപ്പോൾ അവൻ തന്നെ യൂട്യൂബിലെങ്ങാണ്ട് എവിടെയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി അവൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ ചെയ്ത എല്ലാം വധമാവും, അതുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ പിന്നെ എടുക്കാമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഒരു പഴയ ബൗളാണ് എടുത്തത്. പഴയ ബൗളെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇതുപോലുള്ള ബൗള് ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ എല്ലാ പാത്രങ്ങളും അങ്ങനെ പോയി ഗ്യാസിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് അങ്ങനെ ഒന്ന് ഉരുകി. റീച്ച എന്നെ പറയാനൊന്നുമില്ല, ഇതുപോലെ നല്ല തപ്പർവേറിൻ്റെ നല്ല പാത്രവും ഇതുപോലെ ഗ്യാസിൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് ഉരുകിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ അലോവേര ജെല്ല്
അലോവേര ജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഞാൻ നട്ട ഒരു അലോവേര അതിൻ്റെ ഒരു തണ്ടെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ പൾപ്പ് എടുക്കുന്ന കണ്ടപ്പോഴേ പോൾ പറഞ്ഞാൽ ഏന്ന് അവരോട്ട് എനിക്കിവിടെ നല്ല ജോലിയുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ അതൊട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം ഞാൻ അത് ഒരു ടേബിൾ സ്പൂൺ തൈര്, ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഇത് നന്നായി മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞേടാ കുറച്ച് കഴിയും. അപ്പോൾ അവൻ ഈ മുടിയും കൂടെ വെട്ടിയിട്ട് വന്നതായതുകൊണ്ട് അവൻ പറഞ്ഞു മമ്മി ഒന്ന് തേച്ചതാ ഞാൻ എന്നിട്ട് പോയി കുളിക്കട്ടെന്ന്. അപ്പോൾ എൻ്റെ ജോലികൾ ഇവിടെ കിടക്കുക. അന്നേരം തേക്കാന്ന് ഇവനൊട്ടത് ഇത് തേക്കാനൊട്ട് മനസ്സുമില്ല. ഇത് കണ്ടോണ്ടേ അവന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ തന്നെ എന്നോട് ഈ റെമഡി പറഞ്ഞു തന്നതും. അപ്പം ഞാൻ പിന്നെ പോയി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് തേക്കാൻ നേരത്തെ ഉള്ള അവൻ്റെ ഓരോ സംഭാഷണം കേട്ടോണേ അവനാണെങ്കിൽ അങ്ങ് എനിക്കെന്നെ ദേഷ്യവും വരുക. എനിക്ക് ജോലിയും ചെയ്യണം, അവനൊട്ട് തേക്കുകയും വേണം. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞാൽ വന്ന് പൊന്നു മമ്മിയല്ലേ, മമ്മിയുടെ മോന് വേണ്ടി മമ്മിയല്ല പിന്നെ ആരാ ചെയ്യുന്നത്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ജോലികൾ അവിടെ ഇട്ടിട്ട് ഞാൻ പിന്നെ പോയി തേക്കാൻ പോയി. അവൻ്റെ മുഖം കണ്ടില്ല, ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നത്. അവൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. പിന്നെ അവൻ തന്നെ പറഞ്ഞതാ എനിക്ക് പറഞ്ഞു തന്ന റെമഡിയായത്. അവനൊട്ടത് തേക്കുകയും വേണം, പക്ഷെ അവനത് ഇഷ്ടപ്പെടുന്നുമില്ല. എന്തോ ചെയ്യാനാന്ന് പറയണേ. എനിക്കറിയാം കഷ്ണം വീഴും. उसको साफ कर दो ना मेरे गले से। क्या बोल रही? अरे तो 10-15 मिनट रुकना मेरे को। गिर रहा है जल्दी कर। अरे यार गिरा दिया। उदित वीडियो का चाहिए। अरे यार ഒറ്റ കണ്ടുകഴിഞ്ഞ ചേറിൻ്റെ കൈ എന്തോന്ന് അങ്ങനെ ഇരിക്കുന്നേ. ഒരു സൈഡിലെ കൈ പൊട്ടിയതാ. ആ അലോവേര എടുത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷണം അവൻ്റെ ദേഹത്ത് വീണപ്പോഴത്തേക്കിന് അവന് തണുപ്പും ഒരു ഇല്ലാതെ അവൻ കിടന്നൊരു ചാട്ടമായിരുന്നു. അയ്യോ എൻ്റെ ദേഹത്ത് വീണേന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ ഒന്ന് വീഴുമെന്ന്. എനിക്ക് വൈകിപ്പോ എന്റെ അടുക്കളയിലെ ജോലി കളഞ്ഞിട്ടാണ് ഞാൻ വന്ന് നിനക്ക് ചെയ്തു തരുന്നത്. പിന്നെ ചെയ്യണ്ട അതൊന്ന് തുടക്കി മൊത്തം വീഴാം. ഇതെടുത്ത് മുഖത്ത് തേക്കാനും തൈര് മുഖത്ത് വെക്കണ അലോവേര ജെല്ലും തൈരൊക്കെ തല്ലേ. ഒറ്റ തരും ഞാൻ. അവന് തേച്ച് കൊടുക്കുകയും വേണം. അവന് ഉൾട്ടിയും വരുന്നു. അവൻ പറയാം മമ്മി മസാജ് ചെയ്യും മമ്മി നഖം ഇട്ടെന്നെ കുത്തി ഇറക്കുവാന്ന്. ഞാൻ പറയും വേണമെങ്കിൽ മര്യാദക്കിരിക്കുന്നു. എന്നിട്ട് ബാക്കി കുറച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അത് മുഖത്തങ്ങ് തേക്കന്ന് തൈരും അലോവേര അല്ലേ. അവൻ പറഞ്ഞു വേണ്ട ഞാൻ തേക്കത്തില്ലെന്ന്. തുണി വിരിക്കട്ടെ. അനു 10-12 ദിവസത്തേക്കിന് നാട്ടിൽ പോയിക്കുക. കൊച്ചിൻ്റെ അവർക്ക് എന്തോ കൊച്ചിങ്ങളുടെ മുടി വെട്ടുക അങ്ങനെയൊക്കെ നാട്ടിൽ പോയിക്കുക. അപ്പം വേറെ ഇതിനെ ഏൽപ്പിച്ചേക്കാൻ വന്നു. അതിനൊട്ട് ഹിന്ദി അറിയത്തില്ല, മറാഠി അറിയത്തുള്ളൂ. ഇന്നാളി വെച്ചതാണ് ഇവിടെ. അപ്പോൾ അവർ 1 മണിയാകുമ്പം വരും. അപ്പോൾ അതിനെ പറ്റി ഇതൊക്കെ ഒന്ന് ചെയ്ത് അവരോടല്ല. എനിക്ക് മറാഠി അവർ പറയുന്ന മനസ്സിലാവും, പക്ഷേ തിരിച്ചങ്ങോട്ട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് വെച്ച് വറക്കാനായിട്ടുണ്ട്. അപ്പം ഇത് ഇച്ചിരി ലേറ്റായിട്ട് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അരി ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. അപ്പം പയറും മത്തങ്ങയും കൂടെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഉടച്ചെടുക്കട്ടെ. അതിനുള്ള അരപ്പൊക്കെ ഞാൻ അരച്ചായിരുന്നു. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. അപ്പോൾ കൂട്ടാനിരിപ്പുണ്ട്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് വെണ്ടയ്ക്ക റൈസമോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചപ്പാത്തിയും കൂടെ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഉണക്കമീനും വറക്കാമെന്നുള്ള ചിന്തയായിരുന്നു. ഇന്നാളിലും ഇതുപോലായിരുന്നു. സമയമാകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിന് പുറകെ പോയിട്ട് ഞാനങ്ങ് മറക്കും ഉണക്കമീൻ. പിന്നെ കഴിക്കാൻ നേരമായിരിക്കും. പിന്നെ ഞാൻ കഴിക്കുന്ന ഉടനെ ഇല്ലേ നമ്മൾ വിനാഗിരിക്കകത്തിട്ട കാന്താരി ഉണ്ടല്ലേ, അത് 1-2 എടുത്ത് കഴിക്കും. എരിവൊന്നുമില്ല. അത് എരിവൊക്കെ വെള്ളത്തിൻ്റെ അകത്ത് അങ്ങ് ഇറങ്ങും. അപ്പം പ്രൈസമോനെ വിളിച്ചുകൊണ്ട് വന്ന് അവനൊന്ന് ഫ്രഷായി. അവനിപ്പം ഞാൻ
ചപ്പാത്തി കൊടുക്കുക. അപ്പോൾ എക്സാം നടക്കുവാണല്ലോ ഇപ്പം. അപ്പോൾ ഡാഡിക്കും അവനും കൊടുത്ത്. അപ്പോൾ കറിക്ക് ഇപ്പം ഞാൻ കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.